കാഹളം അധ്യായം 24. കുറച്ചു നേരത്തേക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല യദുരാമന്. ശശിയുടെ വാക്കുകൾ നൽകിയ ആഘാതത്തിൽ അമർന്നു പോയിരുന്നു അവൻ. ശശിയും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. യദുവിന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൻ വല്ലാതെ ഭയന്നിരിക്കുന്നുവെന്ന് അയാൾക്ക് ഉറപ്പായി. ഇനി താൻ എന്തെങ്കിലും പറഞ്ഞാൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന അനുഭവമായിരിക്കും. യദുരാമൻ കൂടുതൽ ഭയക്കും. യദു നടുക്കത്തോടെ ചിന്തിക്കുകയായിരുന്നു. ശശിയേട്ടന്റെ സംശയം ശരിയാണെങ്കിൽ ചീങ്കണ്ണി പരമുവിന്റെ ലക്ഷ്യം താനാണെങ്കിൽ? പരമുവിന്റെ ബുള്ളറ്റ് ബൈക്കിന്റെ കാതടപ്പിക്കുന്ന ശബ്ദം അവന്റെ കാതുകളിൽ തല്ലി അലച്ചു. ബൈക്കിലിരുന്ന് എന്ത് അഭ്യാസവും കാണിക്കുന്ന പരമോ, വലതുകാൽ തറയിൽ കുത്തി മുന്നോട്ടു പോകുന്ന വേഗതയിൽ തന്നെ റാ പോലെ ബൈക്ക് തിരിക്കുന്ന പരമോ, ഒരു രാക്ഷസന്റെ ശക്തിയുള്ള പരമോ. അല്പം കഴിഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം ശശി പറഞ്ഞു, ഇതൊന്നും കേട്ട് നീ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല യദു. ഒരു പക്ഷേ അവന്റെ ലക്ഷ്യം മറ്റാരെങ്കിലും ആണെങ്കിലോ? എന്നാൽ യദുരാമന്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന ഭീതിയുടെ ലാവയെ തെല്ലും ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല ആ വാക്കുകൾക്ക്. എന്നാലും ശശിയേട്ട, അയാൾ എന്നെ തേടിയാണ് വന്നിരിക്കുന്നതെങ്കിൽ? പെട്ടെന്നൊരുത്തരം ശശിയിൽ നിന്ന് ഉണ്ടായില്ല. വരാന്തയിൽ അടുത്തു വരുന്ന ബോട്ട്സിന്റെ ശബ്ദം. ഇരുവരും അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോയി. രണ്ട് ഗാർഡുകൾക്ക് നടുവിലായി ഒരു കൊലയാനയുടെ തലയെടുപ്പോടെ അടുത്തു വരുന്ന മനുഷ്യൻ, ചീങ്കണ്ണി പരമോ. അവരുടെ സെല്ലിനടുത്തെത്തിയതോടെ അയാളുടെ കാലുകൾ പതിയെയായി. അതിനിടെ കത്തുന്ന നോട്ടം ഇരുമ്പഴികൾക്കുള്ളിലൂടെ അകത്തേക്ക് തെറിച്ചു വീണു. യദുരാമനും ശശിയും കിടുങ്ങി. നടക്കടാ. ഗാർഡുകൾ പരമുവിനെ മുന്നോട്ട് തള്ളി. കുതറിപ്പിടഞ്ഞ് അയാൾ ഒന്നുകൂടി യദുരാമനെ നോക്കി. ചീങ്കണ്ണിയെപ്പോലെ വായ് പിളർന്നു കാട്ടി. ശശിയേട്ട, അയാൾ എന്നെ തന്നെയാ ഉന്നം വെച്ചിരിക്കുന്നത്. അയാൾ കണ്ണിൽ നിന്ന് അകന്നപ്പോൾ യദു ചിലമ്പിച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇനി ഞാൻ എന്തു ചെയ്യും? ശശിയുടെ കണ്ണുകൾ കുറുകി. അയാളുടെ നാവ് ചലിച്ചു. ഇന്നൊരു ദിവസം അയാളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കണം. അത്താഴ സമയത്താണ് അവൻ ഇനി സ്വതന്ത്രനാകുന്നത്. ആ നേരം നീ സൂക്ഷിക്കണം. യദുരാമൻ ചിന്തയോടെ മൂളി. ശശി ബാക്കി പറഞ്ഞു, വേറെ ചില കാര്യങ്ങൾ കൂടി നീ ശ്രദ്ധിക്കാനുണ്ട്. അഥവാ ഇനി അയാളുടെ മുന്നിൽ അകപ്പെട്ടു പോയാലും അയാളെ ശ്രദ്ധിക്കുക പോലും അരുത്. ഇനി മനഃപൂർവ്വം നിന്നെ പ്രകോപിപ്പിച്ച് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കാൻ അയാൾ ശ്രമിച്ചാലും സംയമനം കൈ വെടിയരുത്. അറിയാതെ നാവ് പോലും ചലിക്കരുത്. യദു തലയനക്കി. നാളെ കോടതിയിൽ ഹാജരാക്കുവാൻ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകുന്നതുവരെ അരുതാത്ത ഒരു ചലനം പോലും ഉണ്ടായിക്കൂടാ. മറ്റൊന്നുകൂടിയുണ്ട് യദു. ശശിയുടെ ശബ്ദം അവന്റെ ചിന്തകളെ മുറിച്ചു. ഈ ജയിലിലുള്ള കാക്കിധാരികളിൽ ഏറിയ പങ്കും അയാളുടെ പരിചയക്കാരാണ്. അയാൾക്ക് അനുകൂലമായി നിൽക്കുന്നവരാണ്. അയാൾ നിന്നെ തല്ലിയാലും നീ തന്നെയായിരിക്കും അവരുടെ മുന്നിൽ തെറ്റുകാരൻ. തനിക്ക് എതിരാണല്ലോ എല്ലായിടത്തും കാക്കിധാരികൾ. അതെന്താ അങ്ങനെ? യദുരാമൻ വിചാരിക്കുകയായിരുന്നു. അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത തന്നെ തേടി ഇങ്ങോട്ട് വരികയാണ് പാപികൾ. ഞാൻ കിച്ചണിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എന്നെ അവിടെ തിരക്കാൻ തുടങ്ങിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ശശി മടങ്ങി. യദുരാമൻ ഇരുവഴികൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. വാട്ടർ ടാങ്ക് കഴുകിയിട്ട് തടവുകാർ ഇരുമ്പ് ഗോവണി ഇറങ്ങി വരുന്നു. വെയിലിന്റെ ശക്തി കുറഞ്ഞു വരുന്നു. പപ്പയെയും അമ്മയെയും സഹോദരങ്ങളെയും കാണുവാൻ തുടി കൊട്ടുകയാണ് മനസ്സ്. കഴിഞ്ഞ തവണ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കാണാമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അത് പക്ഷെ നടന്നില്ല. തനിക്ക് വേണ്ടി പപ്പ ഏർപ്പാട് ചെയ്തിരുന്ന വക്കീൽ കാലുമാറിയെന്ന് പിന്നീട് അറിഞ്ഞു. എങ്കിലും ഒരിക്കൽ പോലും പപ്പയോ മമ്മിയോ ഋഷിയോ ഒന്നും ഇവിടെ വന്നില്ല തന്നെ കാണാൻ. ഈ രൂപത്തിൽ തന്നെ കാണാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. യദുരാമൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. നാളെ ബെയിൽ കിട്ടിയാൽ മണപ്പള്ളിയിലേക്ക് ചെല്ലുന്ന തനിക്ക് എത്തരത്തിലുള്ള സ്വീകരണമാകും അവിടെ കിട്ടുക? ജയശ്രീയുടെ കൊലയാളി എന്ന മട്ടിൽ എല്ലാവരും തന്നെ നോക്കുകയല്ലേ? അതോർത്തപ്പോൾ അവന് സങ്കടം വന്നു. വാവച്ചന്റെയും ഗോപിനാഥിന്റെയും ഹരിലാലിന്റെയും മുഖങ്ങൾ മനസ്സിൽ തെളിഞ്ഞു. അതോടെ അണപ്പല്ലുകൾ വല്ലാതെ അമർന്നു. തന്നെ ജയിലറയിൽ അടച്ചിട്ട് തന്റെ കുടുംബം തകർത്തിട്ട് സുഖിക്കുന്നു. താൻ എത്ര സംയമനം പാലിച്ചാലും അവന്മാരെ മുന്നിൽ കണ്ടാൽ എല്ലാം തീരും. പിന്നെ പിടിച്ചു നിൽക്കാൻ തനിക്ക് കഴിയില്ല. അതുറപ്പാണ്. അവന്മാരാണ് ജയശ്രീയെ കൊന്നതെന്ന് നിയമത്തിന് മുന്നിൽ ഏറ്റുപറയാതെ തനിക്കുറങ്ങാൻ കഴിയില്ല. അതിനുവേണ്ടി തനിക്ക് പലതും ചെയ്യേണ്ടി വന്നേക്കും. യദുരാമൻ അവർ മൂവരെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരും അവന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അഥവാ നാളെ ജാമ്യം കിട്ടി അവൻ പുറത്തു വന്നാൽ മറ്റന്നാൾ തന്നെ അകത്താകാനുള്ള പദ്ധതി ഒരുക്കണം നമ്മൾ. ജയശ്രീ കൊല ചെയ്യപ്പെട്ട കശുമാവിൻ തോപ്പിൽ ഇരിക്കുകയായിരുന്നു മൂവരും. ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള സമയമെടുത്തിട്ട് ഗോപിനാഥ് തുടർന്നു. പകമൂത്ത സർപ്പമായിട്ടായിരിക്കും അവന്റെ വരവെന്ന് തെളിവെടുപ്പ് ദിവസത്തെ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണല്ലോ. അതുകൊണ്ട് കരുതിയിരിക്കണം. അറിയാതെ പോലും അവന്റെ മുന്നിൽ ചെന്ന് പെടരുത്. വിവരദോഷി മുന്നും പിന്നും നോക്കാതെ വല്ലതും ചെയ്തു പോയാൽ. അത് നേരെ വാവച്ചനും സമ്മതിച്ചു.
അവൻ പുറത്തു നിൽക്കുന്നതും ഏറെ അപകടമാ. അതുപോലെ തന്നെ അവന്റെ അനിയൻ ആ ഋഷി, അവന് കഴിഞ്ഞ ദിവസത്തെ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഒരു സെക്കൻഡ് വൈകിയിരുന്നേല് എന്റെ തല അവൻ വെട്ടിക്കീറിയേനെ. ഇതൊക്കെ കേട്ട് ഹരിലാൽ ചിരിച്ചു. നീ എന്തിനാടാ ഇളിക്കുന്നത്? ഇരുവരും ഒന്നിച്ചാണ് തിരക്കിയത്. എവിടെയോ ഒരു പുഴയുണ്ടെന്ന് കരുതി ഇപ്പോഴേ തുണിപൊക്കി പിടിക്കണോ? ആദ്യം യദുരാമൻ പുറത്തിറങ്ങട്ടെ. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പങ്കജാക്ഷൻ സാറ് വേണ്ടതൊക്കെ ചെയ്യും. ഇതൊന്നും അറിയാതെ ആ പ്രേമചന്ദ്രൻ ഇന്ന് വക്കീലിന് കാശ് കൊടുക്കാൻ പോയിരുന്നു. മൂവരും ഉറക്കെ ചിരിച്ചു. റോഡിലൂടെ പോയവർ കശുമാവൻ തോപ്പിലേക്ക് തുറച്ചു നോക്കി. പക്ഷേ അതിനുള്ളിൽ ആരെന്ന് അറിയാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. ഈ നേരത്ത് ശരിക്കും നനങ്ങാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ കിടക്കുകയായിരുന്നു പ്രേമചന്ദ്രൻ. ചീങ്കണ്ണി പരമുവിന്റെ മർദ്ദനത്തിന്റെ ശരിക്കുള്ള വേദന ഇപ്പോഴാണ് തുടങ്ങിയതെന്ന് അയാൾക്ക് തോന്നി. ഡോക്ടർ കൊടുത്ത ടാബ്ലറ്റുകൾ 2 വീതം കഴിച്ചു നോക്കിയിട്ടും പ്രയോജനമില്ല. മക്കളൊന്നും അറിയാതിരിക്കാൻ ഇത്രയും നേരം ശ്രമിച്ചതാണ്. ഇനി അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ശരീരത്തിലെ ഓരോ അണുവിലും വേദനയുടെ പുഴുക്കൾ ഇരുന്ന് പുളയുന്നത് പോലെ. എന്താ പപ്പ? ഇത് കണ്ടുകൊണ്ടാണ് വിനയ മുറിയിലേക്ക് വന്നത്. വല്ല വിധേനെ മുഖം തിരിച്ച് അയാൾ മകളെ നോക്കി. മമ്മിയെ ഒന്ന് വിളിച്ചേ. മമ്മി, മമ്മി, ഇങ്ങോട്ടൊന്ന് വന്നേ. വിനയ ശബ്ദമുയർത്തി. ശബ്ദത്തിലെ പരിഭ്രമം അറിഞ്ഞിട്ട് അമൃത മാത്രമല്ല ഋഷിയും നിത്യമോളും വന്നു. എന്താ പപ്പ? ഋഷി പ്രേമചന്ദ്രന്റെ അരികിലിരുന്നു. വീണത് കൊണ്ടാവും ശരീരത്തിന് വല്ലാത്ത വേദന. അമൃതയ്ക്ക് കാര്യം മനസ്സിലായി. അവരുടെ ശരീരത്തിനും വേദന ഉണ്ടായിരുന്നെങ്കിലും അയാളുടെ അത്രയുമില്ല. ആശുപത്രിയിൽ പോകാം പപ്പ. ഋഷിയുടെ ശബ്ദത്തിൽ ഉദ്വേഗം തുടിച്ചു. വേണ്ട, അയാൾ പെട്ടെന്നറിയിച്ചു. അതിനു മാത്രം ഒന്നുമില്ല. അയാൾ അമൃതയെ നോക്കി. നീ കുറച്ച് വെള്ളം തിളപ്പിക്ക്, ആവി വെച്ചാൽ മതിയാകും. നിത്യമോളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അയാൾ അത് കണ്ടു. ഏയ്, എന്താ കൊച്ചുമോളെ ഇത്? അയാൾ വേദന കടിച്ചമർത്തി ചിരിക്കാൻ ഭാവിച്ചു. പപ്പയ്ക്കൊന്നുമില്ല മോളെ, നീ ഇങ്ങ് വാ, പപ്പയുടെ അടുത്തൊന്നിരിക്കി. നിത്യ പപ്പയുടെ അടുത്ത് ചെന്ന് പായിൽ ഇരുന്നു. അവളുടെ പനി അല്പം ശമിച്ചിരുന്നു. പ്രേമചന്ദ്രൻ കൈ ഉയർത്തി അവളുടെ കണ്ണീർ തുടച്ചു. കുട്ടി അതോടെ പൊട്ടിക്കരഞ്ഞു. പിന്നെ പപ്പയോട് ചേർന്ന് കെട്ടിപ്പിടിച്ചു കിടന്നു. ആ രംഗം കണ്ട് ഋഷിയുടെയും വിനയയുടെയും കണ്ണുകൾ നിറഞ്ഞു. അമൃത വെള്ളം തിളപ്പിച്ചു. അതിൽ കുറച്ച് ഉപ്പും ഒഴിച്ചു. പിന്നെ തുണി മുക്കിപ്പിഴിഞ്ഞ് പ്രേമചന്ദ്രന്റെ ശരീരത്തിൽ ആവി വയ്ക്കാൻ തുടങ്ങി. ഇരു കൈകളും താടിയിലൂന്നി നിത്യമോൾ അത് നോക്കിയിരുന്നു. നിമിഷങ്ങൾ പിടഞ്ഞു വീണു. സന്ധ്യ വന്നു. വേദനയ്ക്ക് അല്പം ആശ്വാസം തോന്നി പ്രേമചന്ദ്രന്. രാവിലത്തേക്ക് വേദന കുറയണേ എന്ന് അയാൾ ഈശ്വരനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. യദുവിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവിടെ എത്തേണ്ടതാണ്. ഇപ്പോൾ അവനും ജാമ്യത്തെക്കുറിച്ച് ഓർത്ത് കഴിയുകയാവും. ശുദ്ധവായു ശ്വസിക്കാൻ അയാൾ ഓർത്തു. അത് നേരായിരുന്നു. ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞു കിട്ടിയാൽ താൻ അച്ഛനമ്മമാരുടെയും സഹോദരങ്ങളുടെയും അരികിൽ മടങ്ങിയെത്തും എന്ന് തന്നെ അവൻ വിചാരിക്കുകയായിരുന്നു. ഇരുമ്പഴിയിൽ പിടിച്ചുകൊണ്ട് പുറത്ത് വിളറിക്കത്തി നിൽക്കുന്ന ലൈറ്റുകളിലേക്ക് അവൻ വെറുതെ നോക്കി നിൽക്കുകയായിരുന്നു. സഹതടവുകാരിൽ മോഷണക്കേസ് പ്രതി വിക്രമൻ മാത്രമേ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ശശി ഇനിയും മടങ്ങി വന്നിട്ടില്ല. തടവുകാർക്ക് ഭക്ഷണം കൂടി കൊടുത്ത ശേഷമേ വരൂ. പെട്ടെന്ന് യദുവിന്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. ഇന്ന് അത്താഴം കഴിക്കാൻ പോകാതിരുന്നാലോ? ചീങ്കണ്ണി പരമുവിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാം. തന്നെ തേടിയാണ് അയാൾ വന്നിരിക്കുന്നതെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ദൗത്യം നടക്കാതെ പോകട്ടെ. അവൻ പിൻവാങ്ങി ഭിത്തിക്കരികിൽ ചാരിയിരുന്നു. പിന്നെ പതിയെ തറയിലേക്ക് ചാഞ്ഞു. എന്താടാ? അവനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന വിക്രമൻ തിരക്കി. ഒരു തലവേദന. അവൻ കണ്ണടച്ച് കിടന്നു. സമയം 7:30. ഗാർഡ് വന്ന് സെല്ല് തുറന്നു. അത്താഴം വെട്ടിവിഴുങ്ങാൻ ഇറങ്ങി വരിനടാ. 7:30 അവിടത്തെ അത്താഴം. എല്ലാ ജയിലിലും അങ്ങനെയാണോ എന്ന് യദുവിന് അറിയില്ല. വിക്രമൻ പെട്ടെന്ന് പുറത്തിറങ്ങി. യദുരാമൻ അവിടെ നിന്ന് അനങ്ങിയില്ല. എന്താടാ നായിന്റെ മോനെ, സിംഹാസനം കൊണ്ടുവന്ന് അതേലിരുത്തി നിന്നെ എടുത്തോണ്ട് പോണോടാ? ഗാർഡ് അലറി. അവന് തലവേദനയായിട്ട് കിടക്കുകയാ സാറേ, വിക്രമൻ അറിയിച്ചു. വേദനയൊക്കെ ഇപ്പോൾ ഞാൻ മാറ്റിത്തരാമടാ. പറഞ്ഞതും അകത്തേക്ക് കയറിയ ഗാർഡ് കാലുയർത്തി ഒറ്റ തൊഴിയായിരുന്നു. എണീക്കടാ പട്ടി. യദുരാമന്റെ വായിൽ നിന്ന് അസ്പഷ്ടമായ ഒരു ശബ്ദം പുറത്തു വന്നു. ഇനി കിടന്നാൽ വീണ്ടും ചവിട്ട് കിട്ടുമെന്ന് ഉറപ്പായതിനാൽ അവൻ വേഗം എണീറ്റു. നടക്കടാ പുറത്തേക്ക്. ഗാർഡ് കഴുത്തിന് പിടിച്ച് തള്ളി. വരാന്തയിലേക്ക് തെറിച്ചു ചെന്ന അവൻ ഒരു തൂണിൽ കടന്നു പിടിച്ചില്ലായിരുന്നെങ്കിൽ മുഖമടച്ച് മുറ്റത്ത് വീണേനെ. വിക്രമന്റെ ഒപ്പം ഒന്നും മിണ്ടാതെ അവനും മുന്നോട്ട് നീങ്ങി. തടവുകാർ നിരനിരയായി നിൽക്കുകയായിരുന്നു. തങ്ങൾക്ക് ലഭിച്ച പാത്രങ്ങളുമായി. ചോറ് വിളമ്പിക്കൊടുത്തുകൊണ്ടിരുന്നത് ശശിയായിരുന്നു. യദുരാമൻ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. ചീങ്കണ്ണി പരമോ അവിടെ എങ്ങാനുമുണ്ടോ? കണ്ടില്ല. യദുരാമൻ മറ്റുള്ളവർ നീങ്ങുന്നതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു യാന്ത്രികമായി.
മനസ്സ് മറ്റെങ്ങോ ആയിരുന്നു. ഭക്ഷണം കഴിക്കുന്നിടത്ത് കാക്കിധാരികളെ ഒന്നും കണ്ടില്ല. സാധാരണ 2-3 പേർ അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. യദു, ശശി വിളിച്ചപ്പോൾ അവൻ ഞെട്ടി ഉണർന്നു. പാത്രം നീട്ടി. ശശി അതിലേക്ക് ഒരു വലിയ തവി നിറയെ ചോറ് കോരിയിട്ടു. തൊട്ടടുത്ത് നിന്നിരുന്ന തടവുകാരൻ കറിയൊഴിച്ചു. പാത്രവുമായി ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു യദുരാമൻ. ചീങ്കണ്ണി പരമോ അവിടെയില്ല എന്ന ആശ്വാസത്തോടെ. പക്ഷേ പെട്ടെന്ന് തൊട്ടരികിൽ നിന്ന് ഒരു കാൽ ഉയർന്നു വന്നു. യദുരാമന്റെ കയ്യിലിരുന്ന ചോറും പാത്രവും ആകാശത്തേക്ക് പറന്നുപോയി. പാത്രം പലതവണ കറങ്ങി മറിഞ്ഞു. ചോറും കറിയും ചിതറി വീണു. തലയിലും മുഖത്തും ശരീരത്തുമെല്ലാം. യദുരാമൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. തൊട്ടരികിൽ ചീങ്കണ്ണി പരമോ. അയാൾ ചീങ്കണ്ണിയെപ്പോലെ വായ് പിളർന്നു. കണ്ണുകളിൽ ഇരയെ കണ്ട വന്യമൃഗത്തിന്റെ ഭാവം. മറ്റു തടവുകാരെല്ലാം അങ്ങോട്ട് ശ്രദ്ധിച്ചു. ചോറ് വിതരണം നിർത്തി ശശിയും ഭീതിയോടെ അങ്ങോട്ട് നോക്കി. അധ്യായം 25. ശശിയുടെ തൊണ്ടയിൽ ഒരു ആർത്തനാദം കുരുങ്ങി വീണു. താൻ ഭയന്നിരുന്നതുപോലെ സംഭവിക്കുന്നു. ശരീരം മുഴുവൻ ചിതറി വീണ ചോറും കറിയുമായി നിൽക്കുകയാണ് യദുരാമൻ. അവൻ കൈ ഉയർത്തി മുഖത്ത് വീണ കറി തുടച്ചു കളഞ്ഞു. ചീങ്കണ്ണി പരമു അവനോടടുത്തു. മറ്റുള്ള തടവുകാർ ഭീതിയോടെ പിന്നോട്ടടിവെച്ചു. എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു യദുരാമന്. ഇത്രയും നേരം താൻ ആരിൽ നിന്ന് മറഞ്ഞു നിൽക്കുവാനാണോ ഉദ്ദേശിച്ചിരുന്നത്, അയാളിപ്പോൾ മുന്നിൽ. ശശി ചുറ്റും നോക്കി. ഒരൊറ്റ ഗാർഡനെ പോലും അവിടെ കണ്ടില്ല. അയാൾ മുന്നോട്ട് നീങ്ങി. പരമവണ്ണ, അവനെ ഒന്നും ചെയ്യല്ലേ, അവനൊരു പാവമാ. പരമോ നിന്നു. തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി. പിന്നെ പല്ലിളിച്ചുകൊണ്ട് പിടിച്ചൊരു തള്ളായിരുന്നു. ശശി ഭക്ഷണപാത്രത്തിനരികിലാണ് ചെന്ന് വീണത്. എവിടേക്കെങ്കിലും ഓടി ഒളിച്ചാലോ എന്ന് യദുരാമൻ ചിന്തിച്ചു. പക്ഷേ എങ്ങോട്ട്? ഈ മതിൽക്കെട്ടിനുള്ളിൽ എങ്ങോട്ട് പോയാലും ഇയാൾ തന്നെ പിടികൂടും. അവന്റെ തൊട്ടുമുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു പരമോ. നീയാണ് ഒരു പാവം പെണ്ണിനെ കൊന്നത് അല്ലേടാ? പരമോ ഗർജിച്ചു. ആ ശബ്ദം ജയിൽ വളപ്പ് മുഴുവൻ തല്ലി അലച്ചു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. യദുരാമന്റെ തൊണ്ട വരണ്ടു. ഒപ്പം തലയും കുനിഞ്ഞു. പരമോ അവന്റെ താടിക്ക് തട്ടി. മുഖം മേലേക്കുയർത്തി. എന്നിട്ട് ഞാൻ അങ്ങനെയല്ലല്ലോടാ നായെ കേട്ടത്. ഒരു കാര്യം യദുരാമൻ ഉറപ്പായി. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ തന്നെയാണ് പരമോ ഉദ്ദേശിക്കുന്നത്. ശശിയേട്ടൻ പറഞ്ഞതുപോലെ തനിക്ക് ജാമ്യം കിട്ടാതിരിക്കുവാൻ. അതുകൊണ്ട് ഇയാൾ എന്തു പറഞ്ഞാലും പ്രവർത്തിച്ചാലും എതിർക്കാൻ പാടില്ലെന്ന് അവൻ തീരുമാനിച്ചുറച്ചു. എന്താടാ മിണ്ടാത്തത്? പരമോ അവന്റെ നെഞ്ചിൽ പിന്നോട്ട് തള്ളി. യദു അറിയാതെയൊന്ന് വേച്ചു. പരമവണ്ണൻ കേട്ടത് കള്ളമാണ്. ചിലർ എന്നെ കുറ്റവാളിയാക്കിയതാ. വളരെ താഴ്മയോടെ അവൻ അറിയിച്ചു. അതുകൊണ്ട് അവർക്ക് എന്താടാ നേട്ടം? പരമോ പിന്നെയും അവനെ തള്ളി. പരമവണ്ണ പ്ലീസ്, ഞാൻ അങ്ങോട്ട് വഴക്കിനൊന്നും വന്നില്ലല്ലോ. പിന്നെന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ട്. അല്ലെങ്കിൽ എന്നെ തിരിച്ചു തല്ലടാ നീ. അവൻ അനങ്ങിയില്ല. എടാ തല്ലാൻ നിന്നോടാ പറഞ്ഞത്. ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഒരൊറ്റ കാക്കിധാരി പോലും അവിടേക്ക് വന്നില്ല. അവനെക്കൊണ്ട് ആദ്യം തല്ലിക്കണമെന്ന തന്ത്രമാണ് പരമുവിനെന്ന് ശശിക്കുറപ്പായി. അയാൾ ധൃതിയിൽ ജയിലറുടെ മുറിക്ക് നേരെ ഓടി. പക്ഷേ അവിടേക്ക് കടക്കുന്നതിനപ്പുറം ഇരുമ്പഴികൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സിഗരറ്റ് പുകയ്ക്കുകയാണ് 4 ഗാർഡുകൾ. സാറേ സാറേ, അയാൾ ഒച്ച വെച്ചു. എന്താടാ? അവർ തിരിഞ്ഞു. ആ ചീങ്കണ്ണി പരമു യദുരാമനെ കൊല്ലും. വെറുതെ പ്രശ്നമുണ്ടാക്കുക അയാള്. നിനക്കെന്ന് എവിടെയായിരുന്നടാ പണി? ഒരു ഗാർഡ് എണീറ്റ് വന്നു. കിച്ചണിൽ. എങ്കിൽ പോയി പാത്രങ്ങൾ കഴുകി വെക്കടാ. ഇവിടത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അവരെല്ലാം കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണിതെന്ന് അയാൾക്കും ബോധ്യമായി. നിരാശയോടെ ശശി പിന്തിരിഞ്ഞു. താൻ എന്തൊക്കെ പറഞ്ഞിട്ടും യദുരാമൻ പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ചീങ്കണ്ണി പരമു അടവു മാറ്റി. ഞാൻ എങ്ങനാടാ ഇതിനുള്ളിലായതെന്ന് അറിയാമോ? നിന്റെ തന്തയും തള്ളയും തല്ലിയിട്ട്. നടുക്കത്തോടെ യദുരാമൻ തലയുയർത്തി. അതേടാ, പട്ടണത്തിലെ നടു റോഡിലിട്ട് അവരെ ഞാൻ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി. നിന്റെ അമ്മയുടെ തലമുടിക്ക് പിടിച്ച് കറക്കി എറിഞ്ഞു. പോലീസ് വാൻ താമസിച്ചിരുന്നേല് രണ്ടിനെയും ഇന്ന് ഞാൻ അവിടെ ഇട്ട് തീർത്തേനെ. യദുരാമന്റെ സിരകൾ ത്രസിച്ചു. തലച്ചോറിനുള്ളിൽ ക്രോധത്തിന്റെ കൊടുങ്കാറ്റിരമ്പി. കണ്ണുകൾ 2 തീപ്പൊരികൾ തെളിഞ്ഞു. എന്തു വന്നാലും പ്രതികരിക്കരുതെന്ന് മനസ്സിൽ അടിവരയിട്ട് എഴുതി ചേർത്തിരുന്ന തീരുമാനം മാറി മാറി വരുന്നത് അവൻ അറിഞ്ഞില്ല. പകരം പരമോ അതറിഞ്ഞു. എരുതീയിലേക്ക് എണ്ണ പകരും പോലെ അയാളുടെ വാക്കുകൾ വീണ്ടും ചീറി വന്നു. റിമാൻഡ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒന്നിറങ്ങിക്കോട്ടടാ ഞാൻ. നിന്റെ പെങ്ങന്മാരെ 4 ആളിന്റെ മുന്നിലിട്ട് ബലാത്സംഗം ചെയ്യും ഞാൻ. ഫലം എന്തായാലും ഇനി പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു യദുരാമന്. കൈപ്പത്തികൾ ചുരുട്ടി അവൻ മുന്നോട്ടാഞ്ഞു. അങ്ങോട്ട് വന്ന ശശി കാണുന്നത് ഈ രംഗമാണ്. യദു,
അയാൾ ഉറക്കെ വിളിച്ചു. പക്ഷേ അവനത് കേട്ടില്ല. കാതുകൾ കൊട്ടിയടക്കപ്പെട്ടിരുന്നു. മുന്നോട്ടാഞ്ഞ അവൻ ഇരു കൈകളും ചേർത്ത് പിടിച്ച് ഒറ്റയിടിയായിരുന്നു പരമുവിന്റെ നെഞ്ചിൽ. ഒരു വടവൃക്ഷം കുലുങ്ങും പോലെ അയാളൊന്ന് അനങ്ങി. പിന്നെ തന്റെ ദൗത്യം വിജയിച്ച ഭാവത്തിൽ യദുരാമന്റെ രണ്ടാമത്തെ അടി തടഞ്ഞു. ആഹാ, ഈ പരമുവിന്റെ നേരെയും കൈ ഉയർത്താൻ നിനക്ക് ചങ്കൂറ്റമുണ്ട് അല്ലേടാ? അലറിക്കൊണ്ട് പരമു തിരിച്ചടിച്ചു. ആ ആസുര ശക്തിക്ക് മുന്നിൽ യദുരാമൻ വേച്ചുപോയി. മുഖത്തേറ്റ ശക്തമായ അടിയിൽ പല്ലുകൾ ഇളകിയതുപോലെ. ഒന്ന് തിരിയാനുള്ള അവസരം പോലും കിട്ടിയില്ല. പരമുവിന്റെ തൊഴി അവന്റെ അടിവയർ പിളർത്തി. മമ്മി! നിലവിളിയോടെ അവൻ മലർന്നു വീണു. മറ്റ് തടവുകാർ പകച്ചു നിൽക്കുകയാണ്. ശശി മാത്രം എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. തറയിൽ വീണ യദുരാമന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പരമു വലിച്ചിഴച്ചു. ചോറും കറിയും വെച്ചിരുന്ന വലിയ അണ്ടാവിന്റെ അരികിലേക്ക്. അതിനരികിൽ എത്തിയപ്പോൾ പിടിവിട്ട് അവന്റെ നെഞ്ചിൽ കാലമർത്തി. ആ! വായി തുറന്നുപോയി യദുരാമൻ. പരമു ഒരു തവി ചോറ് കോരി അവന്റെ വായിലേക്കിട്ടു. ഒടുക്കത്തെ ചോറ് തിന്നടാ പട്ടി. തുടർന്ന് ഒരു തവി കറിയും കോരി അവന്റെ മുഖത്തേക്കൊഴിച്ചു. മൂക്കിലും കണ്ണിലുമൊക്കെ അത് വീണു. മമ്മി! തല വെട്ടിച്ചുകൊണ്ട് അവൻ ആഞ്ഞു തുപ്പി. കുറെ ചോറും കറിയും തുപ്പലും പരമുവിന്റെ മുഖത്തും വീണു. യദുവിന്റെ കണ്ണുകൾ നീറി പുകഞ്ഞു. ആ ഒരു ആവേശത്തിന് അവൻ പരമുവിന്റെ കാൽ തട്ടിക്കളഞ്ഞിട്ട് ചാടി എണീറ്റു. പരമു ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു അത്. കണ്ണ് ശരിക്കും തുറക്കാൻ പറ്റുന്നില്ലെങ്കിലും പുതിയൊരു ശക്തി കൈവന്നതുപോലെ യദുരാമൻ ശക്തിയായി തിരിച്ചടിച്ചു. പരമു പതറി. കനത്ത പോരാട്ടം. മറ്റ് തടവുകാരുടെ ചുണ്ടുകളിൽ നിന്ന് അവ്യക്തമായ ഒരു ശബ്ദം ഉയർന്നു. അവർക്കാർക്കും യദുവിന്റെ ഇത്തരമൊരു ഭാവമാറ്റം ചിന്തിക്കാനേ കഴിഞ്ഞിരുന്നില്ല. ഒരു പാവത്തെ പോലെ കഴിഞ്ഞിരുന്ന യദുവിന്റെ ഉള്ളിൽ അത്തരം ഒരു ശക്തി ഉറങ്ങിക്കിടന്നിരുന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ പപ്പയുടെയും മമ്മിയുടെയും ചിത്രങ്ങളായിരുന്നു. നടു റോഡിൽ പരമു അടിച്ചമർത്തുന്ന അവരുടെ ചിത്രം. ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പരമു ആക്രമിക്കുന്ന സഹോദരിമാരുടെ ചിത്രം. അതുകൊണ്ട് തന്നെ താൻ ചെയ്യുന്നതെന്താണെന്ന് അവൻ അറിയുന്നതേ ഉണ്ടായിരുന്നില്ല. പരമു അവന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞു തുടങ്ങിയിരുന്നു. അത് കണ്ട മറ്റു തടവുകാർ അവനെ പ്രോത്സാഹിപ്പിച്ചു. ഒറ്റയടിക്ക് യദുരാമൻ അയാളെ അണ്ടാവിനരികിലേക്ക് മറച്ചു. പിന്നെ ഓക്കോടെ നെഞ്ചിൽ ചവിട്ടി. വേദനയിൽ പരമു വായി തുറന്നു. അവൻ ചോറും കറിയും അയാളുടെ വായിലേക്ക് കോരിയിട്ടു. ഗാർഡുകൾ ഓടി വരുന്നതിന്റെ കാലൊച്ചകൾ. മറ്റ് തടവുകാർ തിരിഞ്ഞു നോക്കി. ഒടുക്കത്തെ ചോറ് നീയും തിന്നടാ എന്ന് വിളിച്ചലറിക്കൊണ്ട് പിന്നെയും കറി കോരി യദു അയാളുടെ മുഖത്തേക്കൊഴിച്ചു. എടാ വിടടാ അയാളെ! ഓടിയെത്തിയ ഗാർഡുകൾ അവനെ പിന്നിൽ നിന്ന് പിടിച്ചു. അവൻ ആവേശത്തിൽ അവരെ കുടഞ്ഞെറിഞ്ഞു. ആഹാ, നീ അത്രയ്ക്കായോ? അവർ ചുറ്റും നിന്ന് അവനെ അടിച്ചു. ഈ ജയിലിൽ ഒരുത്തനും ഗുണ്ടായിസം കാണിക്കാൻ ഞങ്ങള് സമ്മതിക്കത്തില്ലടാ. എന്നിട്ട് നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? അവന്റെ ചോദ്യം അവർ ശ്രദ്ധിച്ചില്ല. ഒരു ഗാർഡ് തോക്കിന്റെ ചുവട് കൊണ്ട് അവന്റെ അടിവയറ്റിൽ ഒറ്റയിടി. വില്ലുപോലെ വളഞ്ഞുപോയി യദുരാമൻ. അവന്റെ കണ്ണുകൾ തുറച്ചുപോയി. ബോധമറ്റ് താഴെ വീഴാൻ തുടങ്ങിയ അവനെ വലിച്ചിഴച്ചുകൊണ്ട് അവർ പോയി. അതിനിടെ ഗാർഡുകൾ മറ്റ് തടവുകാർക്ക് മുന്നറിയിപ്പ് നൽകി. 7:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടായതെന്ന് ആര് ചോദിച്ചാലും മിണ്ടിപ്പോകരുത് നിങ്ങൾ. 4 മണിക്കാണ് ജയിലിലെ അത്താഴം. ആ നേരത്താണ് ഇവൻ പരമുവിനെ ആക്രമിച്ചത്. മനസ്സിലായല്ലോ സാർ? പരമുവാണ് യദുവിനോട് വഴക്കിട്ടത്. ശശി പറഞ്ഞു നോക്കി. ഗാർഡുകൾ കണ്ണുരുട്ടി. ഇനി നീ വായി തുറന്നാൽ ഇവന്റെ അനുഭവം തന്നെയായിരിക്കും നിനക്കും. ആ! ശശി പ്രയാസത്തോടെ തല തിരിച്ചു. പാവം യദു. മമ്മി! ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവൻ വായി തുറന്നപ്പോൾ കൊഴുത്ത ചോരയാണ് പുറത്തേക്കൊഴുകിയത്. അടുപ്പിൽ നിന്ന് ചോറ് വാർക്കുകയായിരുന്ന അമൃതയുടെ കൈ ഒന്ന് വിറച്ചു. കലം കല്ലിൽ നിന്ന് വഴുതി വീഴാൻ ഭാവിച്ചു. കുറച്ച് ചോറും കഞ്ഞിവെള്ളവും കൂടി തറയിൽ തെറിച്ചു വീണു. എന്തുപറ്റി മമ്മി? വിനയ ഓടി വന്നു. അമൃത അവളെ പകച്ചു നോക്കി. പിന്നെ ആ കണ്ണുകൾ ചുറ്റും പരതി. യദുമോന്റെ വിളിയല്ലേ ഞാൻ കേട്ടത്? മമ്മിന്നുള്ള നിലവിളി. എന്താ മമ്മി? വിനയയുടെ നെറ്റി ചുളിഞ്ഞു. നീ ഇതൊന്ന് പിടിക്ക്. കലം അടുപ്പിൽ വെച്ചിട്ട് അമൃത എണീറ്റു. പിന്നെ പ്രേമചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. മുറിയിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചമുണ്ടായിരുന്നു. കിടക്കുകയായിരുന്നു അപ്പോഴും പ്രേമചന്ദ്രൻ. തൊട്ടരികിൽ നിത്യമോളും. അവൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. എന്താ അമൃതേ? അവളുടെ മുഖം വല്ലാതിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. എനിക്കെന്തോ ഭയം തോന്നുന്നു പ്രേമേട്ട. യദുമോൻ അവന് നാളെ ജാമ്യം കിട്ടും, അതുറപ്പാ. മുല്ലയ്ക്കൽ സുരേഷല്ലേ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. തന്റെ നെഞ്ചിൽ നിന്ന് നിത്യമോളുടെ കൈ പതിയെ എടുത്തു മാറ്റിയിട്ട് അയാൾ എണീറ്റിരുന്നു. എന്നാലും എനിക്ക് ഒക്കെ നിന്റെ ഓരോ തോന്നലുകളാണ്. പുറത്തെ ഇരുട്ടിൽ കുത്തിയിരിക്കുകയായിരുന്ന ഋഷി എണീറ്റ് വന്നു. അതോടെ അവർ സംസാരം നിർത്തി. അത്താഴം കഴിക്കുമ്പോഴും അമൃതയുടെ മനസ്സിൽ യദുവായിരുന്നു. നിത്യമോളെ വിളിച്ചുണർത്തിയാണ് ഭക്ഷണം കൊടുത്തത്.
പനിക്ക് കഴിക്കുന്ന മരുന്നിന്റെ ശക്തി കൊണ്ടാവണം അവൾ ഉടൻ തന്നെ വീണ്ടും ഉറങ്ങി. ഋഷി ഒഴികെയുള്ളവരെല്ലാം കിടന്നു. വിളക്കണഞ്ഞു. അവൻ മുറ്റത്തേക്ക് കാലുകൾ നീട്ടിയിട്ട് വീടിന്റെ വാതിൽപ്പടിയിൽ എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അവനിപ്പോൾ ഉറക്കം തീരെ കുറവാണ്. ഏറിയാൽ 2-3 മണിക്കൂറുകൾ ഉറങ്ങിയെങ്കിലായി. തങ്ങളുടെ കുടുംബം തകർത്തവരോട് എങ്ങനെ പ്രതികാരം ചെയ്യും എന്നൊരൊറ്റ ചിന്ത മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. താൻ ഒറ്റയ്ക്ക് ഒന്നും നേടില്ലെന്ന് അവനറിയാം. എന്നാലും വാവച്ചനും ഗോപിനാഥും ഹരിലാലും കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അവർ ഏതെങ്കിലും ഒരു നേരത്ത് വന്നേക്കും എന്ന് കൂടിയുള്ള സംശയമാണ് അവന്റെ ഈ കാത്തിരിപ്പിനുള്ള മറ്റൊരു കാരണം. രാത്രിയുടെ നിമിഷങ്ങൾ പിടഞ്ഞു വീണു. ഒരു തണുത്ത കാറ്റ് വീശി. എങ്കിലും ഋഷിയുടെ ഉള്ളിൽ ചൂടായിരുന്നു. ഇരുളിൽ ചില നിഴലുകൾ പതുങ്ങി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു, പ്രേമചന്ദ്രന്റെ വാനിന്റെ അടുത്തേക്ക്. ഋഷി പക്ഷേ അത് കണ്ടില്ല. ജ്ലിം. വാനിന്റെ ഏതോ ഗ്ലാസ് ചിതറി വീഴുന്ന ഒച്ച. പപ്പ എന്നലറിക്കൊണ്ട് ഋഷി ചാടി എണീറ്റു. അകത്തേക്ക് പാഞ്ഞ അവൻ താൻ കരുതി വെച്ചിരുന്ന കുറുവടി തപ്പിയെടുത്തു. പ്രേമചന്ദ്രനും കുടുംബവും പിടഞ്ഞുണർന്നു. അമൃത തീപ്പെട്ടി ഉരച്ച് വിളക്ക് കത്തിച്ചു. അപ്പോൾ കുറുവടിയുമായി പുറത്തേക്ക് പായുന്ന ഋഷിയെ കണ്ടു. മോനെ, എന്താടാ? നമ്മുടെ വണ്ടി ആരോ തല്ലി തകർക്കുന്നു. ഇരുളിലെത്തിക്കഴിഞ്ഞിരുന്നു അവൻ. പ്രേമചന്ദ്രൻ ഒരു കെട്ട് ചൂട്ടുയെടുത്ത് കത്തിച്ചു. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ അയാൾ കരുതിയിരുന്നതാണത്. ചൂട്ടുമായി അയാൾ പുറത്തേക്കോടി. പിന്നാലെ മറ്റുള്ളവരും. ഋഷി അങ്ങെത്തുമ്പോഴേക്കും വാനിന്റെ അടുത്ത ചില്ലും തകരുന്ന ശബ്ദം കേട്ടു. ഒപ്പം ഇരുളിൽ ചലിക്കുന്ന നിഴലുകൾ. മുന്നിൽ കണ്ടവന്റെ പുറത്ത് അവൻ കുറുവടി കൊണ്ട് ആഞ്ഞടിച്ചു. അയ്യോ! ഒരു നിലവിളി. ഓടിക്കോടാ എന്നൊരു ശബ്ദവും. ആരൊക്കെയോ ഓടുന്നു. എന്നാൽ മുന്നോട്ടാഞ്ഞ ഋഷി അവരിൽ ഒരാളുടെ ഷർട്ടിൽ പിടികൂടി. അയാൾ മുന്നോട്ടും ഋഷി പിന്നോട്ടും ചലിച്ചു. ഷർട്ട് കീറി. ശത്രു രക്ഷപ്പെടുമെന്ന് കണ്ട് കുറുവടി താഴെയിട്ടിട്ട് അവൻ അയാളെ വട്ടം പിടിച്ചു. വാനിലേക്ക് അമർത്തി. ഒപ്പം തലകൊണ്ട് ആ നെഞ്ചിൽ ഒറ്റ ഇടിയായിരുന്നു. ആ മനുഷ്യൻ നിലവിളിച്ചു. കിട്ടിയ ശത്രുവിനെ വിടാതെ ഇടിക്കാൻ തുടങ്ങി ഋഷി. ചൂട്ടുമായി അങ്ങോട്ടോടിയെടുത്ത പ്രേമചന്ദ്രനും അമൃതയും മറ്റും ആ വെളിച്ചത്തിൽ കണ്ടു. കുനിച്ചു നിർത്തി ഒരുത്തന്റെ പുറത്തിടിക്കുന്ന ഋഷി. മോനെ ഋഷി, അമൃത വിളിച്ചു. അവനൊന്ന് തിരിഞ്ഞു. കുനിഞ്ഞു നിന്നിരുന്ന മനുഷ്യൻ തലയുയർത്തി. ആ മുഖം കണ്ട് അവരാകെ അമ്പരന്നു. ബാക്കി ഭാഗം നാളെ.